ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഏകദേശം ഒരു ബഡ്ജറ്റ് ഡേയിൽ എങ്ങനെയാണോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഉണ്ടാകുക, അതുപോലെ തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ വലിയ ഒരു വെല്ലുവിളിയായി ഇരിക്കണം. എനിക്കും വെല്ലുവിളിയായിരുന്നു. ഇന്ന് ചെറിയ രീതിയിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ലോസ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ പകുതിയോ അതിൽ പകുതിയായാൽ മതി. ലോസ് ഉണ്ടാകുക എന്ന് പറയുന്നത് മോശം കാര്യമല്ല. സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം ഹിറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഹ്യൂജ് ലോസ് ബുക്ക് ചെയ്യരുത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും ഇന്ന് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. നിഫ്റ്റി എല്ലാം തന്നെ 24,750 താഴെ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 850 പോയിൻറ്റ്, ഫിൻ നിഫ്റ്റിയും പോസിറ്റീവായി ക്ലോസ് ചെയ്തു. IT ഇൻഡെക്സ് 2% ഗെയിൻ രേഖപ്പെടുത്തി. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് അതീവ പോസിറ്റീവായി ക്ലോസ് നടത്തിയിരുന്നു. നാളെ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ പല രീതിയിലും പല അഭ്യൂഹങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. GDPയുടെ ഡേറ്റാസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡോളറെല്ലാം തന്നെ ശക്തമായ രീതിയിൽ ശക്തി ആർജിക്കുന്നുണ്ട്. ഇന്ത്യൻ റുപ്പീസ് ഫോൾ ആവുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൺസിഡർ ചെയ്തിട്ട് RBI നാളെ എടുക്കുന്ന തീരുമാനം എന്താകുമെന്ന് കൃത്യമായ ധാരണയില്ല. പക്ഷേ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഓൾറെഡി തന്നെ വിക്സ് സ്പൈക്ക് ചെയ്തു. മാർക്കറ്റും വളരെ വലിയ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ടാകുന്നുണ്ട്. മാർക്കറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ബജാജ്, ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ അവരുടെ CNG പ്രൈസിൻ്റെ എല്ലാം തന്നെ വില കുറയ്ക്കുന്നു ഉള്ള കാരണം കൊണ്ട് ബജാജ് ഓട്ടോ സ്ലൈറ്റ്ലി ഫോളായി. മിഡ് ക്യാപ് ഇൻഡെക്സ് 327 പോയിൻറ്റിൻ്റെ ഗെയിൻ രേഖപ്പെടുത്തി. സൊമാറ്റോയും സ്വിഗ്ഗിയെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി നേരെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് ശക്തമായിട്ട് ഒരു ഫോള്, പിന്നീട് ഇൻട്രാഡേ ലോയിൽ നിന്ന് ഒരു വലിയ രീതിയിലൊരു സ്പൈക്ക് രേഖപ്പെടുത്തി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും ഒരു സ്പൈക്ക് 24,840 നിന്ന് ശക്തമായിട്ട് ഒരു ഫോള്, അതായത് 24,840 നിന്ന് 24,520. എത്ര പോയിൻ്റാണ്? ഏകദേശം ഒരു 250 പോയിൻറ്റിൻ്റെ അടുത്തൊരു ഫോള്, പിന്നീട് ചെറിയൊരു കയറ്റം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻ റൈറ്റേഴ്സിനെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. പിന്നെ ന്യൂസിൻ്റെ സ്പീഡ് ഞാൻ സ്വാഭാവികമായ രീതിയിൽ ആണ് പറയുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് തോന്നാം, ചില ആളുകൾക്ക് സ്പീഡ് കുറവാണെന്ന് തോന്നാം. ഞാൻ വളരെ പതിയെ പറയുമ്പോൾ ആളുകൾ പറയും 1.25 കേട്ടാൽ മാത്രമാണ് കംഫർട്ടബിൾ എന്ന് പറയും. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കാറ്. എനിവേ, അപ്പോൾ നിങ്ങൾ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കണ്ടു. നിഫ്റ്റിയിൽ ഇനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് TCS 2.5%, ഇൻഫോസിസ് 2.5%, ടൈറ്റാൻ കുറച്ച് ദിവസത്തിന് ശേഷം 2% റാലി, ട്രെൻഡ് കുറച്ച് ദിവസത്തിന് ശേഷം 2% റാലി, ഡോക്ടർ റെഡ്ഡി 2% റാലി രേഖപ്പെടുത്തി. SBI ലൈഫ്, ബജാജ് ഓട്ടോ, HDFC ലൈഫ്, NTPC, ഗ്രാസിം എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട സ്റ്റോക്കുകളാണ്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു കാര്യം കണ്ടത് ബിറ്റ്കോയിൻ 1,00,000 അടിച്ചിരിക്കുന്നുണ്ട്. നോക്കാം, ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ $5,934. ബിറ്റ്കോയിൻ ഉയർന്ന് 6% സ്പൈക്ക് രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ $1,02,2757 ആയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ബിറ്റ്കോയിൻ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന്. ആക്ച്വലി ബിറ്റ്കോയിനൊക്കെയാണ് ഇപ്പോഴാണ് ബിറ്റ്കോയിൻ ഒരു വാർത്താ പ്രാധാന്യം ഉള്ളത്. ഇതേ ബിറ്റ്കോയിൻ തന്നെ 26,000 പോയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞു ബിറ്റ്കോയിൻ 0 വരെ പോകുന്നു. ഇപ്പോൾ എല്ലാ ആളുകളും ബിറ്റ്കോയിൻ്റെ പുറകെയാണ്. അപ്പോൾ എനിവേ, ബിറ്റ്കോയിൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ സംബന്ധിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ബ്രന്റ് ഓയിൽ തൊട്ട് താഴെ $72, തൊട്ട് താഴെ ഗോൾഡ് $2,649 പെർ ഔൺസ്, തൊട്ട് താഴെ ഇന്ത്യ വിക്സ് ഇന്ന് 14.3, തൊട്ട് താഴെയുള്ള ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ഫ്ലാറ്റാണ്, പോസിറ്റീവ് അല്ല ഫ്ലാറ്റാണ്. അതിന് താഴെയുള്ള നിക്കി ജപ്പാൻ മാർക്കറ്റ്, ഓസ്ട്രേലിയ, കൊറിയ, ചൈന എല്ലാം തന്നെ ഫ്ലാറ്റായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഡാക്സ് ഒക്കെ കാണാം 20,000, അതായത് ഡാക്സ് 118 പോയിൻറ്റിൻ്റെ അതിശക്തമായ റാലിയാണ്. യൂറോപ്യൻ മാർക്കറ്റിൽ ഈ മാന്ദ്യ സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ളതൊക്കെ പഴങ്കഥയായി മാറി. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെല്ലാം തന്നെ വളരെയധികം ട്രബിളായിരുന്നു. ഇപ്പോൾ US മാർക്കറ്റ് തിരികെ എത്തി, യൂറോപ്യൻ മാർക്കറ്റ് തിരികെ എത്തി, ഇന്ത്യൻ മാർക്കറ്റിൽ FIs ബൈയിങ് മോഡലാണ്. ഇന്നും FIs ബൈയിങ് മോഡലാണെങ്കിൽ ഓരോ ഹൈസിലും ആരെ സെല്ല് ചെയ്തിട്ടുണ്ടാവാം? DASും റീറ്റെയിലേഴ്സും. അപ്പോൾ DAs FIസിൻ്റെ റോള് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂസിൻ്റെ താഴെ FIസിൻ്റെയും DAസിൻ്റെ ആക്ടിവിറ്റീസ് നമ്മുടെ കാണുന്ന സുഹൃത്തുക്കൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഞാൻ ഈ പറയുന്ന സമയത്ത് FIസിൻ്റെയും DAസിൻ്റെ ആക്ടിവിറ്റീസ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് മിസ്സായി പോകുന്നത്. അപ്പോൾ അവർ ഇന്നും FIs ബൈയിങ്ങും DAs സെല്ലിങ്ങും ആണെങ്കിൽ നമ്മൾ ഇനി പേടിക്കേണ്ടത് DAസിനെയാണ്. അപ്പോൾ എന്നും വേണം കരുതാൻ. അപ്പോൾ ഓരോ ഹൈസിലും മാർക്കറ്റിനെ താഴേക്ക് ഇടാനായിട്ട്
DIs ശ്രമിക്കുന്നുണ്ടാവാം. DIs പക്ഷേ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അവർ നടത്തുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. എത്ര റേഞ്ച് മുതലാണ് DIs ഒക്കെ ബൈ ചെയ്തിട്ടുണ്ടാവുക, അവരൊക്കെ സെൽ ചെയ്യുന്നത് ഹ്യൂജ് പ്രോഫിറ്റിലായിരിക്കും. ഏകദേശം 100% പ്രോഫിറ്റിലായിരിക്കാം DIs സെല്ല് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ FIs എന്ത് തന്നെ വന്നാലും ബൈയിങ് ആണെങ്കിൽ ബൈയിങ്, സെല്ലിങ് ആണെങ്കിൽ സെല്ലിങ്. ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് ആണ് അവരുടെ ഭാഗത്തു നിന്ന് കണ്ടുവരാറ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ഇനി പോയാലോ? സ്റ്റോക്കുകളുടെ വാർത്തകളിൽ ആദ്യമുള്ളത് NBCC ആണ്. 600 കോടി രൂപയുടെ NBCCക്ക് ലഭിച്ചു. മാസ്റ്റെക് കമ്പനി ഇന്ന് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. ഇവരുടെ CFO റിസൈൻ ചെയ്ത ന്യൂസാണ് മാസ്റ്റെക് ഫോൾ ആവാൻ കാരണം. L&T കമ്പനി ഇന്നും 1% റാലി രേഖപ്പെടുത്തി. L&T E2E നെറ്റ്വർക്കിൻ്റെ 15% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാർസൻ ടാർബോ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ഗൾഫ് മേഖലയിലെല്ലാം തന്നെ വലിയ തോതിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് L&T. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കമ്പനിയല്ല. ഡൈനാമിക് ആൻഡ് സർവീസ് സെക്യൂരിറ്റീസ് കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഇവരുടെ ബോർഡ് മീറ്റിംഗ് എന്നാണുള്ളത്. ബോർഡ് മീറ്റിംഗ് ഡിസംബർ 10 ഉള്ളത്. എന്തിനാ ബോർഡ് മീറ്റിംഗ് ഉള്ളത്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം അവർ അന്നെടുക്കും. നൈസസ് ഫിനാൻസ് സർവീസ് കമ്പനി ഇന്ന് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ലിസ്റ്റിംഗ് ഗെയിൻ അല്ല, ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. 3 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് നൈസസ് ഫിനാൻസ് സർവീസിൻ്റെ. ഐഡിയ സ്റ്റോക്ക് ഇന്ന് ഇടിഞ്ഞ്. പ്രധാനമായിട്ടും ഇൻഡസിൽ ഐഡിയക്ക് സ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതവർ വിറ്റു. അതുകൊണ്ട് തന്നെ ഐഡിയ സ്റ്റോക്ക് ഇടിഞ്ഞു. രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ് കമ്പനി, ഇവർ SBI മ്യൂച്വൽ ഫണ്ട് രത്നമണിയുടെ ഏകദേശം 1% സ്റ്റേക്ക് അഡീഷണൽ അക്വയർ ചെയ്തു. ലെമൺ ട്രീ ഹോട്ടൽ ഒരു ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. മേഘാലയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു അപ്രൂവൽ കിട്ടി. മേഘാലയയിൽ ഇവർ 120 റൂംസ് ഇവർ അക്വയർ ചെയ്യാണ്. അഗർവാൾ 10 ഗ്ലാസ് കമ്പനി, ഇവരാണ് ഇന്ന് 25% ലിസ്റ്റിംഗ് ഗെയിനോടെ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി. ഓക്കെ. HEG കമ്പനി ഇവർ 6% ഒരു റാലി രേഖപ്പെടുത്തി. ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു, നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. യൂണി കൊമേഴ്സ് സൊല്യൂഷൻ കമ്പനി ഇവർ 5% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്പോർട്ട് വെയർ കമ്പനിയായിട്ട് ബിസിനസ് കൊളാബ് ചെയ്തു. ഡിവിസ് ലാബ് ഇവർ US ഇവർക്കൊരു കോർട്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് വന്നു. 3% ഒരു ഫോൾ ഉണ്ടായി. രാംകോ സിസ്റ്റം കമ്പനി ഇവർ ഹഞ്ചിൻ ഇൻഫർമേഷനായിട്ട് ഒരു പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഹഞ്ചിൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏവിയേഷൻ കമ്പനിയാണ് കേട്ടോ. ഹുണ്ടായി മോട്ടേഴ്സ് ഇവരുടെ കാറിൻ്റെ പ്രൈസ് എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്. CDSൽ ശക്തമായിട്ടുള്ള റാലിയാണ്. CDSൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് നമ്മൾ തോന്നുന്നു CDSലിനൊക്കെ പറ്റി പറഞ്ഞത്. നമുക്ക് ആകെ 2 ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻസ് ഉള്ളൂ. ഒന്ന് CDSലും 2 NSTയിലും. NSTയിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. CDSൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BSEയും NSEയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BSEയുടെ പ്രൊമോട്ടേഴ്സാണ് MCXും CDSലും BSE എല്ലാം തന്നെ ഒരു പൂരക കമ്പനീസാണ്. ഇങ്ങോട്ടും പ്രൊമോട്ടേഴ്സാണ്. സെൻടെക് കമ്പനീസ് ഇവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. AVT സിമുലേഷനായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ നാളെ രാവിലെ നമുക്ക് വിശദമായിട്ട് ന്യൂസൊക്കെ ആയിട്ട് എത്താം. ഇപ്പോഴും വിശദമായിട്ട് തന്നെയാണ് ന്യൂസ് പറഞ്ഞിരിക്കുന്നതിന്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.